ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാനേ ഇവിടെ ഒരു ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയായിരുന്നു. അപ്പം അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു റെസിപ്പി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാവുന്നേ. അപ്പോഴേ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ 2 വലിയ പൊട്ടറ്റോ എടുത്തായിരുന്നേ. എന്നിട്ട് അതിനെ നന്നായിട്ട് പുഴുങ്ങിയിട്ട് മാഷ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതിനെ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ച് അതിനിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ ഷ്രെഡ് ചെയ്ത് വെക്കത്തില്ലേ, അങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അരിഞ്ഞു വെക്കണം. ഞാനൊരു 2 വലിയ സവാള എടുത്ത് നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ കറിവേപ്പില, ഒരു 4-5 പച്ചമുളക്, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അതും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പാൻ ചൂടായപ്പോൾ അതിലോട്ട് എണ്ണ ഒഴിച്ചു. അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് അതൊന്ന് ജസ്റ്റ് സോട്ടായി വന്നപ്പോഴത്തേക്കിന് അതിലോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടു. എന്നിട്ട് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റി. നന്നായിട്ട് വഴണ്ട് വന്നപ്പം അതിലോട്ട് ഞാൻ ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 സ്പൂണ് ഗരം മസാല പൊടിച്ചതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വഴലട്ടെ. അപ്പോഴത്തേക്കിന് നമുക്ക് വേറൊരു പണിയുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതായത് ബ്രെഡ് ക്രംസ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 മുട്ട എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ആവശ്യം വരും. ഈ കട്ട്ലറ്റ് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ മസാലയൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ മസാലയും നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ, പൊട്ടറ്റോയും ചിക്കനും എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഞാനിതിന് മസാല റെഡിയാക്കിയപ്പോഴേ ആദ്യം തന്നെ ഈ ഉള്ളി വഴറ്റുന്ന സമയത്ത് തന്നെ ഉപ്പിട്ട് കൊടുത്തായിരുന്നേ. പക്ഷേ അത് ക്യാമറയിൽ കിട്ടിയില്ല കേട്ടോ, വീഡിയോ റെക്കോർഡായില്ലായിരുന്നു. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, ഞാൻ അവിടെ പറയാൻ മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാവേ. മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ ഒരു ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാവേ. അങ്ങനെ ഞാൻ ഇതെല്ലാം ഉരുട്ടി കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഓരോന്നായിട്ട് എടുത്തിട്ട് അതിനെ നമുക്ക് ആദ്യം നമ്മൾ എഗ്ഗിനെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിലോട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് അതിനെ നമുക്ക് ആ ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നും കൂടെ നമ്മൾ എഗ്ഗിലിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഡബിൾ കോട്ട് ചെയ്തെടുക്കുമ്പം നല്ല ക്രിസ്പിനെസ് കിട്ടുമേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ഞാനെല്ലാം അതുപോലെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ആ പാൻ ചൂടായി വരുമ്പോഴത്തേക്കിൽ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഈ ഓരോരോ കട്ട്ലറ്റിൻ്റെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടേ നമ്മൾ തീയ് ഒന്ന് ചെറുതായിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണേ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫ്ലെയിം കുറച്ച് വെക്കാനായിട്ട് വിട്ടുപോയായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഉണ്ടാക്കിയതില്ലേ അത് പെട്ടെന്ന് അതിൻ്റെ കളർ അങ്ങ് ചേഞ്ചായി വന്നായിരുന്നേ. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് തീ കുറച്ച് വെക്കുമ്പോൾ നമ്മുടെ അതിൻ്റെ അകം എല്ലാം ഒന്ന് നന്നായിട്ട് റെഡിയായിട്ട് വരുവേ. അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് റെഡിയാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്, ഞാനിവിടെ കാണിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ നല്ല അടിപൊളിയായിട്ട് വന്നു, നല്ല ടേസ്റ്റുമായിരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.